നമസ്കാരം. ഇൻഫോർട്ട് ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കരയിൽ 1 മാസത്തെ ടോൾ പിരിവ് തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കി. പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവച്ചു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും അടർന്നു വീണു. മാളയിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് പാർക്ക് ചെയ്ത സ്വകാര്യ ബസിന് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. കോന്തിപ്പുലം ബിവറേജിന് സമീപം അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ് കാറിലിടിച്ച് അപകടം. മട്ടത്തൂരിൽ ചാരായം വാറ്റുന്നതിനായി കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന വാഷ് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി നശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് കാറിലിടിച്ച് മറിഞ്ഞു. 23കാരൻ മരിച്ചു. കോടാലി ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിൽ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ്. വിശദമായ വാർത്തയിലേക്ക്. പാലിയേക്കരയിൽ 1 മാസത്തെ ടോൾ പിരിവ് തടഞ്ഞ് ഹൈക്കോടതി. ആദ്യം ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശം. ഉച്ചയോടെ ടോൾ പിരിവ് നിർത്തിവച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്താണ് ഇടക്കാല ഉത്തരവ്. തുടർന്ന് ഉച്ചയോടെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവച്ചു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് നിർത്തിവെപ്പിച്ചത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഉത്തരവ് നടപ്പിലാക്കിയത്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ഷാജി കോടങ്കണ്ടത്ത് എന്നയാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. അടിപ്പാതകളുടെയും സർവീസ് റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് ടോൾ പിരിക്കുന്നതെന്നും മേഖലയിൽ വലിയ ഗതാഗതക്കുരുക്കാണ് നേരിടുന്നതെന്നുമാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിനാൽ ടോൾ പിരിവ് തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ 3 ആഴ്ചത്തെ സമയം വേണമെന്നാണ് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും അടർന്നു വീണു. ഇന്നലെ രാത്രി 1:30 സംഭവം. രാത്രിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് കോടാലി ഗവൺമെന്റ് സ്കൂൾ. സ്കൂൾ പ്രവൃത്തി സമയത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ വലിയ ദുരന്തമാകുമായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. 54 ലക്ഷം മുടക്കി 2023 ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. മാളയിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് പാർക്ക് ചെയ്ത സ്വകാര്യ ബസിന് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട ബസിന് തീപിടിച്ചു. പുത്തൻചിറ മങ്കിരി ജംഗ്ഷനിലെ PCK പെട്രോൾ പമ്പിലാണ് അപകടം. അപകട സമയം 6 ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. ബസ് പൂർണ്ണമായി കത്തി നശിച്ചു. ബസ് നിർത്തിയതിന് തൊട്ടടുത്താണ് പെട്രോൾ പമ്പിന്റെ ഓഫീസ് മുറി. തീ അവിടേക്ക് പടർന്നെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. പെട്രോൾ പമ്പിലേക്ക് തീ പടരാത്തത് വലിയ ദുരന്തം ഒഴിവാക്കി. രാത്രി സമീപത്തു കൂടെ പോയ യാത്രക്കാരാണ് തീ പടരുന്നത് കണ്ടത്. ഉടൻ അഗ്നിശമന സേന എത്തി തീ അണച്ചു. തീ പിടിക്കാനുള്ള കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കോന്തിപ്പുലം ബിവറേജിന് സമീപം അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ് കാറിലിടിച്ച് അപകടം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ അമിത വേഗത മൂലമുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. നെടുമ്പാൾ കോന്തിപ്പുലം ബിവറേജിന് സമീപം അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാറിൽ ബസ്സിടിച്ച് അപകടം. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. ബീവറേജിന് സമീപത്ത് നിന്ന് നെടുമ്പാൾ ഭാഗത്തേക്ക് പോകുന്നതിന് റോഡിലേക്ക് ഇറക്കിയ കാറിൽ എതിർദിശയിൽ ഗുഡ്സ് വാഹനത്തെ മറികടക്കാൻ ശ്രമിച്ച പള്ളിക്കാട്ടിൽ എന്ന പേരിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 വാഹനങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വർദ്ധിക്കുകയാണ്. ബസ്സുകളുടെ സമയക്രമം അടിയന്തരമായി പുനഃക്രമീകരിക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം.
മറ്റത്തൂരിൽ ചാരായം വാറ്റുന്നതിനായി കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന വാഷ് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി നശിപ്പിച്ചു. ചാരായം വാറ്റുന്നതിനായി കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന വാഷ് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി നശിപ്പിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ വാസുപുരത്തു നിന്നും ചെമ്പുച്ചിറയിലേക്ക് പോകുന്ന വഴിയിൽ കിഴക്കേ പാലത്തിന്റെ സമീപം വലിയ തോടിന്റെ അരികിലായി ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ചിരുന്ന 150 ലിറ്റർ വാഷാണ് എക്സൈസ് സംഘം പിടികൂടിയത്. വാഷിന്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ സാധിച്ചില്ല. പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അറിയിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് കാറിലിടിച്ചു മറിഞ്ഞു. 23കാരൻ മരിച്ചു. ഇരിങ്ങാലക്കുട മൂന്നുപീടിക റൂട്ടിൽ KSC ലിമിറ്റഡ് കമ്പനിക്ക് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ ഇടതിരിഞ്ഞി വില്ലോമംഗലത്ത് ബാബുവിന്റെയും സിന്ധുവിന്റെയും മകൻ രാഹുൽ മരിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. രാഹുൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡിൽ തെന്നി നിയന്ത്രണം നഷ്ടപ്പെട്ട് കാറിലിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ രാഹുലിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോടാലി ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിൽ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ്. ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. 54 ലക്ഷം രൂപയുടെ നിർമ്മാണത്തിൽ വൻ അപാകതയാണ് ഉണ്ടായിട്ടുള്ളത്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഓഡിറ്റോറിയം 2 വർഷത്തിനുള്ളിൽ തകർന്നിരിക്കുകയാണ്. ഓഡിറ്റോറിയത്തിന്റെ മറ്റ് ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കൂടി ഗ്രാമിന് 9380 രൂപ, പവന് 75,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കരയിൽ 1 മാസത്തെ ടോൾ പിരിവ് തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കി. പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവച്ചു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും അടർന്നു വീണു. മാളയിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് പാർക്ക് ചെയ്ത സ്വകാര്യ ബസിന് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. കോന്തിപ്പുലം ബിവറേജിന് സമീപം അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ് കാറിലിടിച്ച് അപകടം. മറ്റത്തൂരിൽ ചാരായം വാറ്റുന്നതിനായി കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന വാഷ് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി നശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് കാറിലിടിച്ച് മറിഞ്ഞു. 23കാരൻ മരിച്ചു. കോടാലി ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിൽ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ്. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംരക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോഡ് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.